ഇപ്പൊ എന്തായാലും ക്വാർട്ടർ ഫൈനലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും ഇവിടെ മൈൻഡ് ചെയ്യില്ലല്ലോ. മഞ്ചരി, വേണുചേട്ടാ എന്ത് പറ്റി? വാട്ട് ഹാപ്പൻഡ്? ഒന്നും കിട്ടിയില്ല തിന്നാൻ. തിന്നാനൊന്നും കിട്ടിയില്ലേ കൊച്ചിന്? ഇവിടെ ആരും തിന്നാൻ കൊടുത്തില്ലേ? ശരി, തിന്നാൻ ഉടൻ തന്നെ വരും. അതിനു മുമ്പ് നമുക്കൊരു മത്സരാർത്ഥി വിളിച്ച് ആളുടെ മത്സരം ഒന്നും കണ്ടാലോ? പാട്ട് കേൾക്കാം. പാട്ട് കേൾക്കാം. അതെ. അതാണല്ലോ ഇവിടുത്തെ മത്സരം. അതെ. അപ്പൊ അടുത്ത മത്സരാർത്ഥി വരുന്നത് അങ്ങ് സിംഗപ്പൂരിൽ നിന്നാണ്. ഓഹോ, നമുക്ക് സ്വാഗതം ചെയ്യാം ഭവ്യ. രാജശില്പി നീനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? പുഷ്പാഞ്ജലിയിൽ പൊതിയാനെനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? രാജശില്പി നീനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? പുഷ്പാഞ്ജലിയിൽ പൊതിയാനെനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? രാജശില്പി. തിരുമേനിറയെ പുളകങ്ങൾ കൊണ്ടു ഞാൻ തിരുവാഭരണം ചാർത്തും. തിരുമേനിറയെ പുളകങ്ങൾ കൊണ്ടു ഞാൻ തിരുവാഭരണം ചാർത്തും. ഹൃദയത്തളികയിൽ അനുരാഗത്തിൻ അമൃതു നിവേദിക്കും ഞാൻ, അമൃതു നിവേദിക്കും. മറക്കും, എല്ലാം മറക്കും ഞാനൊരു മായാലോകത്തിലെത്തും. രാജശില്പി നീനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? പുഷ്പാഞ്ജലിയിൽ പൊതിയാനെനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? രാജശില്പി. രജനികൾ തോറും രഹസ്യമായി വന്നു ഞാൻ രതിസുഖസാരി പാടും. രജനികൾ തോറും രഹസ്യമായി വന്നു ഞാൻ രതിസുഖസാരി പാടും. പനിനീർക്കുമ്പിളിൽ പുതിയ പ്രസാദം പകരം നീതിക്കും ഞാൻ, പകരം നീതിക്കും. മറക്കും, എല്ലാം മറക്കും ഞാനൊരു മായാലോകത്തിലെത്തും. രാജശില്പി നീനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? പുഷ്പാഞ്ജലിയിൽ പൊതിയാനെനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? രാജശില്പി. ഓ, എന്റെ വരവിന് ഇത് പൊട്ടു അല്ലേ? അല്ല, ഭവ്യക്കുള്ളതാ. ഭവ്യക്കുള്ളതായിരുന്നോ? ഭവ്യ എങ്ങനെ നന്നായി ചെയ്യാൻ പറ്റുമോ? ക്യാരക്ടർ റൗണ്ടായിരുന്നു, ക്യാരക്ടർ ആവാൻ പറ്റുമോ? ക്യാരക്ടർ ആവാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. നന്നായിട്ട് വന്നെന്നാണ്. പക്ഷെ ക്യാരക്ടർ ആയ ഒരാളുണ്ട് ഇവിടെ, അത് വഴിയെ പറയാം അല്ലേ? അതെ അതെ അതെ. ശരി, അപ്പൊ ആദ്യം എന്തായാലും നമുക്ക് പാട്ടിനെ കുറിച്ച് അറിയാം. വേണുചേട്ടാ, ഇറ്റ് വാസ് സൂപ്പർ. ഞാൻ
Thank you, sir. നിന്നൊരു ഒന്ന് കൈയടിച്ചിട്ട് മാത്രമേ സന്തോഷമാവുള്ളൂ. ആഹാ അടിപൊളി. താങ്ക് യു സർ. അതില് മറക്കും, എല്ലാം മറക്കും, ഞാനൊരു മായാലോകത്തിലെത്തും. ഓഫ് കോഴ്സ് ഈ പാട്ട് അതുപോലെ പാടിയപ്പോൾ ഒരു മായാലോകത്തില് ഞാൻ Thank you, എത്തി എന്നുള്ളതാണ്. ഇറ്റ് ഈസ് റിയലി. ചില ഇടങ്ങളിലൊക്കെ സുശീലാമ്മയുടെ വോയിസ് അങ്ങനെ തന്നെ കേട്ടു. അത്ര ഇഷ്ടമാണോ സുശീലാമ്മയുടെ പാട്ട്? അതെ അതെ ഇഷ്ടമാണ്. അത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്കൊരു സാർ ഉണ്ടായിരുന്നു, പ്രശാന്ത് സാറ്. സാറ് മ്യൂസിക് ഫീൽഡിൽ തന്നെയുള്ളതാണ്. അപ്പൊ എന്നോട് സാർ ഒരു അഡ്വൈസ് തന്നിട്ടുണ്ടായിരുന്നു, ഭവ്യ പി സുശീലാമ്മയുടെ പാട്ട് കൂടുതലായിട്ട് കേൾക്കണം, ആ ഒരു ശബ്ദമായിട്ട് നന്നായിട്ട് മാച്ച് ചെയ്യുന്ന പോലെ ഉണ്ട്, അപ്പൊ കൂടുതൽ കേൾക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്താ അറിയില്ല, അങ്ങനത്തെ ടൈപ്പ് പാട്ടുകളാണ് ഞാൻ കൂടുതൽ കേൾക്കുന്നത്. ജാനകി അമ്മ, സുശീലാമ്മ, അങ്ങനത്തെ പാട്ട്. അങ്ങനെ കേട്ട് 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 എനിക്ക് ഈ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഒരു വേദി കിട്ടിയപ്പോ ഇത് അവതരിപ്പിക്കാന്നുള്ളൊരു അങ്ങനെ അങ്ങ് പാടി. സോ യു ആർ സക്സസ്ഫുൾ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഭവ്യ സുന്ദരിയായിട്ട് അസലായിട്ട് പാടി. താങ്ക് യു. ഒന്നാമത് നല്ല എന്താ പറയാ, ഒരു മലയാളി തനിമയൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വേഷവും, പിന്നെ പാട്ട് അതിസുന്ദരമായിട്ട് പാടി. ശരിക്കും നമുക്ക് ഈ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പം ഇതിനകത്ത് കുറെ സംഭവങ്ങളുണ്ട് തെറ്റിപ്പോവാൻ സാധ്യതകളുള്ളത്, പക്ഷെ സൂപ്പർ ഗംഭീരമായിട്ട് പാടി. ഇനി ചെറിയ ചെറിയ നുണുക്ക് സംഗതികളൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു കേൾക്കാൻ. ഒരുപാട് സ്നേഹം. പിന്നെ അതിന്റെ ഇടയിൽ അഭിനയവും, ഒരു ശില്പി വന്നിട്ട് വെള്ളമൊക്കെ ചോദിക്കുന്നു. അല്ല, അതിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. ഇപ്പൊ ക്യാരക്ടർ റൗണ്ടാണ് ഭവ്യയുടെ കഴിഞ്ഞത്. അപ്പൊ ക്യാരക്ടർ റൗണ്ടായിട്ട് ക്യാരക്ടർ ആവാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ നേരത്തെ ചോദിച്ചു. പക്ഷെ ഈ സോങ്ങിൽ ക്യാരക്ടർ ആയി ജീവിച്ച ഒരാളുണ്ട്. ആരാത്? രാജശില്പിയെ പറ്റി ഭവ്യ ഇങ്ങനെ പാടി പൂഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോ ആ രാജശില്പിയെ തല്ലിച്ചതച്ച ഒരു വ്യക്തി, ഒരു തമ്പുരാൻ, ഒരു മാടമ്പി. അതെ, ആ മാടമ്പി ആരാണ്? ചോദ്യചിഹ്നം. അതാരാണ്? ഭവ്യ പറയട്ടെ. ഭവ്യ ആരാണ്? അച്ഛനാണ്. അച്ഛനെ നമുക്ക് ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്താലോ? അച്ഛനെ വിളിച്ചോളൂ. അച്ഛാ ഒന്ന് ഇവിടെ വരുമോ? അച്ഛാ ഇവിടെ വരൂ. അച്ഛൻ ഇനിയിപ്പോ ക്യാരക്ടറായിട്ട് തന്നെയാവോ കയറി വരാ? ഇനി എന്നെ തല്ലി ചതയ്ക്കോ ഈ വേദിയിൽ? ആവശ്യമുണ്ട്. അതെ. എന്തായിരുന്നു അച്ഛാ നമസ്കാരം. ഇതിനു മുമ്പ് സ്റ്റേജിലൊക്കെ കയറിയ എക്സ്പീരിയൻസ് ഉണ്ട്? ഇതിനു മുമ്പ് അധ്യാപനത്തിന്റെ ഭാഗമായിട്ടുള്ള മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായിരുന്നു ആദ്യത്തെ ഒരു റിയാക്ഷൻ അഭിനയിക്കാൻ പറഞ്ഞപ്പോ? കുറച്ച് പേടി ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് മാറി തകർത്തു. ഇപ്പൊ എന്ത് തോന്നുന്നു? ഭവ്യയുടെ കൂടെ ഒരു സ്റ്റേജിൽ അഭിനയിച്ച് തകർത്തിരിക്കുകയാണ്. സന്തോഷമുണ്ട്. ഇതുവരെ മോളായിട്ട് ഒരു സ്റ്റേജും പങ്കിട്ടിട്ടില്ല. ഇല്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദി കിട്ടിയല്ലേ? അമ്മയ്ക്കാണെങ്കിൽ അച്ഛന്റെ അഭിനയം കണ്ട് നാണം കൊണ്ട് ഇരിക്കാനേ വയ്യ. അമ്മ ഈ വേദിയിലോട്ട് അച്ഛന്റെ കൂടെ വരുന്നോ? അമ്മ മാത്രല്ല, മോള് ഓടി വരുന്നുണ്ട്. സൂപ്പർ സ്റ്റാർ കൂടെ ഉണ്ട്. സുന്ദരികുട്ടി. മുത്തശ്ശന്റെ അഭിനയൊക്കെ കണ്ടോ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? മുത്തശ്ശനെ ഇതുപോലെയാണോ വീട്ടില്? അടിക്കുവോ, തല്ലുവോ? സൂപ്പറാ. മുത്തശ്ശൻ സൂപ്പറാ അല്ലേ? അല്ല, ഈ സ്റ്റേജിൽ ഇപ്പൊ പാട്ട് അമ്മ പാടിയത് കേട്ടില്ലേ? അമ്മ പാടിയതാണോ അതോ മുത്തശ്ശൻ പെർഫോം ചെയ്തതാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? രണ്ടും ഇഷ്ടപ്പെട്ടു. ഒരു പാട്ട് പാടിത്തരോ ഞങ്ങൾക്ക് വേണ്ടി? രാജശില്പി നീ എനിക്കൊരു പൂജാ വിഗ്രഹം തരുമോ, പുഷ്പാഞ്ജലിയിൽ പൊതിരാൻ എനിക്കൊരു പൂജാ വിഗ്രഹം തരുമോ. ക്ലിയർ, പെർഫെക്റ്റ്. ഈ ഉടുപ്പ് മേടിച്ചേ? ബാവമ്മ. ആളാരാണ്? അനിയത്തിയാണ്. എന്താ ചെയ്യുന്നേ? ബി.എഡ് പഠിക്കണോ? എവിടെ? പാലക്കാട് ഒറ്റപ്പാലം. ഓ, അപ്പൊ എന്താ വിളിക്കുന്ന? ആളെന്താ വിളിക്കുന്നേ? വാവമ്മ. വാവമ്മയാണോ ഈ ഉടുപ്പ് മേടിച്ചെന്നേ? ശരി. അച്ഛന്റെ പെർഫോമൻസ് കണ്ടിട്ട് എന്ത് തോന്നി അമ്മ? നന്നായി തോന്നി. ആദ്യമായിട്ടാണോ ഇങ്ങനെ കാണുന്നത്? ടെൻഷൻ ഉണ്ടായിരുന്നോ? ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു. ദൈവമേ, എന്റെ മോളും എന്റെ എല്ലാവരും ഒരുമിച്ചാണല്ലോ വേദിയിൽ അല്ലെ? ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു. അതെ, പെർഫോം ചെയ്തത് ഗംഭീരായിരുന്നു. കറക്റ്റ് ഒരു മാടമ്പി ഒരു സൂപ്പർ ആയിരുന്നു. ലുക്കൊക്കെ ഉണ്ടായിരുന്നു. മീശയും സ്റ്റൈലും കോസ്റ്റ്യൂമും എല്ലാം തകർത്തു. അപ്പൊ എന്തായാലും ഭവ്യ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. ടാറ്റാ.
കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം കളിയാടാമീ കിളിമരത്തണലോരം കളിയാടാമീ കിളിമരത്തണലോരം കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ നിഴലായി അലസമലസമായി അരികിലൊഴുകി ഞാൻ ഇളം പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ. മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തിന്നലേ ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ കിനാവ് പോൽ വരൂ വരൂ മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തിന്നലേ. ആകാശദീപമിന്നുമുണരുമിടമായോ താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ ആകാശദീപമിന്നുമുണരുമിടമായോ താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ മൗനരാഗമലിയും താരിളം തെന്നലേ പൊൻപരാഗമിളകും വാരിളം പൂക്കളേ നാമുണരുമ്പോൾ രാവലിയുമ്പോൾ ആകാശദീപമെന്നുമുണരുമിടമായോ താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞീളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞണിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ കാലിമേയുന്ന പുല്ലാനിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം കാറ്റിൽ പാദസരങ്ങൾ കിളുക്കാം കുന്നി മഞ്ചാടി കുന്നിലേറാം വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞീളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. ലാത്തിരി പുത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താ
പൂത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ മനസ്സേ ആസ്വദിക്കൂ ആവോളം ലാത്തിരി പൂത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ മനസ്സേ ആസ്വദിക്കൂ ആവോളം ലാത്തിരി പൂത്തിരി പുഞ്ചിരിച്ചപ്പോ. വേണിച്ചേട്ടാ, ഇപ്പൊ നമ്മളെല്ലാവരും 2024 നിൽക്കുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ടൈം മെഷീൻ കിട്ടുവാണ്. ഓക്കെ, നിങ്ങൾക്ക് വർഷങ്ങൾ പുറകോട്ട് പോവാം, ഏത് വർഷത്തിലോട്ട് വേണമെങ്കിൽ പോവാം. പോയിട്ട് ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ട്വിസ്റ്റ് സംഭവിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാന് കോളേജില് പഠിക്കുന്ന സമയത്ത് റഹ്മാൻ സാറുടെ സ്റ്റുഡിയോ എന്നൊരു കോള് വന്നു. അപ്പോൾ അന്ന് രാവിലെ ആണ് കോള് വരുന്നത്. അപ്പൊ ഞാൻ കോളേജിലാണ്. അപ്പൊ ഒരു ഉച്ചയ്ക്ക് അവിടെ എത്തണം ചെന്നൈയില്. പക്ഷെ എനിക്ക് എത്തിപ്പെടാനുള്ള ടിക്കറ്റ് ഒന്നും റെഡി ആയില്ല. അങ്ങനെ അദ്ദേഹം അന്ന് വൈകിട്ട് US പോവാ. അപ്പോൾ അന്ന് അവിടെ എത്താൻ എനിക്ക് പറ്റിയില്ല. എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ തിരിച്ച് ആ ഒരു സമയത്തേക്ക് പോയി ആദ്യമേ എന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെക്കും, എന്നിട്ട് അങ്ങോട്ട് ചെല്ലും. അത് മിസ്സായി പോയ ഒരു ഓപ്പർച്യൂണിറ്റിയാ. കാരണം റഹ്മാൻ സാറിന് വേണ്ടി ഞാൻ പാടിയിട്ടില്ല ഇതുവരെ, അദ്ദേഹത്തിനെ കാണാനും പറ്റിയിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് എനിക്ക് വന്നതായിരുന്നു. അപ്പം അത് എനിക്ക് അങ്ങോട്ട് അത് യൂസ് ചെയ്യാൻ പറ്റാതെ അതൊന്ന് തിരുത്തിയാൽ കൊള്ളാമായിരുന്നു എന്നാണ് എന്റെ മനസ്സിൽ. എനിക്ക് എന്നെ ഇഷ്ടമുള്ള, വളരെ ഇഷ്ടമുള്ള 2-3 ഫ്രണ്ട്സ് അകാലത്തില് അവര് മരണമടഞ്ഞു. ഒരുപക്ഷെ ഒരു ടൈം മെഷീൻ കിട്ടിയാൽ ഞാൻ ബാക്കിൽ പോയി കുറെ കൂടി കാര്യമായി അവരോട് എൻ്റെ സൗഹൃദം പങ്കുവച്ചേന്. ഞാൻ എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള ഒരു ഉത്തരമാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ വേണിച്ചേട്ടൻ ഞങ്ങളുടെ മനസ്സിൽ കീഴടക്കി. ശരി, എന്തായാലും രണ്ടുപേരും നല്ല ഉത്തരങ്ങളാണ് പറഞ്ഞത്, ഇഷ്ടപ്പെട്ടു എനിക്ക് കേട്ടോ. അപ്പൊ എന്തായാലും ടൈം മെഷീൻ നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ, പിന്നെ നമ്മൾ എന്താ ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ മത്സരം തുടർന്നാലോ? ഇനി വരുന്നത് മഞ്ജിരിക്ക്, അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ മ്യൂസിക് വോയിസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുള്ള ഒരാളാണ് കിൻഷ. നമുക്ക് സ്വാഗതം ചെയ്യാം കിൻഷ. തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ, ആരോടും പറയരുതീ പ്രേമത്തിൻ ജീവനസത്യം.
പറഞ്ഞോ അല്ല പറഞ്ഞോ. ഇതെന്തായിരുന്നു? എന്നെ കൊല്ലരുതേന്ന് പറഞ്ഞു. ഇതേതാ രാജകൊട്ടാരം? ഒന്നുമില്ല, ഞങ്ങള് വെറുതെ അഭിനയിച്ച് അഭിനയിക്കായിരുന്നു. ഏതാ തമ്പുരാൻ? ഇത് എത്രാമത്തെ തമ്പുരാനാ? വാ 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 വാ. പുള്ളി ലാലേട്ടനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് കിൻഷ പറഞ്ഞിരിക്കുന്നത്. ആണോ കിൻഷ? എന്തായാലും കിൻഷയുടെ ഹസ്ബൻഡിനെ ആ ഒരു ജോലിയില്ല, വെറുതെ നിന്നാ മതി. ജോലി മുഴുവൻ കിൻഷ ചെയ്തു. കൊറേ സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ടാ വന്നത്. ഇവിടെ നോക്കൂ ഒന്നുമില്ല. ഓഹോ, ചിലപ്പോ പുള്ളിയുടെ രാജകുടുംബത്തിലെ സ്റ്റെപ്സ് ഒന്നും അങ്ങനെ ചെയ്യാറുണ്ടായില്ലായിരിക്കും. അങ്ങനെയാണോ? അതായിരിക്കും. ആണോ? വെറുതെ എങ്ങനെ ഇരിക്കൽ തന്നെയാണ്. ആ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ രാജാവാകണോ അല്ലെങ്കിൽ ഈ ഒരു പെർഫോമൻസിൽ കൂടെ വരണോ എന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു ആദ്യത്തെ റിയാക്ഷൻ? ഇവള് പറഞ്ഞതിനെ കൊണ്ട് അങ്ങനെ ആയി, അങ്ങനെ ആക്കി. ഓ, തീർത്ത്. എങ്ങനെ ആളിനെ ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് ആക്കി? അത് ഞാൻ ഫ്ലോറിൽ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞോളൂ. ഇതുവരെയും സ്റ്റേജിൽ കയറാത്ത ആളാണ്. അന്ന് സ്റ്റേജിൽ കയറി പാട്ടുപാടി. അത് മൊത്തത്തിൽ ഫ്രണ്ട്സിന്റെ ഫാമിലിന്റെ ഒക്കെ ഇടയ്ക്ക് വൈറലായി, ചർച്ചാ വിഷയമായി. ഇപ്പോഴാണ് കുറെ പേര് അറിയുന്നത് ഹസ്ബൻഡ് പാട്ട് പാടും എന്നുള്ളത്. ഇത്രയും ടാലന്റ് ഒളിഞ്ഞെടുക്കണമെന്ന് ഇപ്പോഴാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത് അല്ലേ? ഞാൻ വിചാരിച്ചിട്ട് ഡാൻസിന്റെ കഴിവും കൂടി തെളിയിച്ചേക്കാന്ന്. തെളിയിക്കാന്ന്. അങ്ങനെ കേറിയതാണ് ഇവിടെ. ചെറുതായിട്ട് പാളിയോന്നൊരു സംശയം. അല്ല, പാടാനൊന്നും പുള്ളി ഒന്നും ചെയ്തില്ല. ചെയ്താലേ പക്ഷെ എന്തായാലും ആ ഒരു ലുക്കും ആ ഇരിപ്പും ഒരു ഗെറ്റപ്പ് ഉണ്ടായിരുന്നേ. ആദ്യം തുടങ്ങിയ സമയത്ത് ആ ഒരു ഇരുത്തവും ആ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ ഗംഭീരായിരുന്നു. കിൻഷയുടെ തലയിൽ എന്തൊരു പ്ലേറ്റ് അല്ല, മയിലെടുത്ത് നിൽക്കുന്ന മയിൽ. അതില് ശോഭന ചേച്ചി അങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ ഞാൻ വെച്ചേക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണല്ലേ? അതില് ശോഭന ചേച്ചി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ വൈ നോട്ട് ക്യാരക്ടർ റൗണ്ട് അല്ലേ? എന്തൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ തലയിലാന്ന് തോന്നുന്നു പ്രാവശ്യം പണിതിരിക്കുന്നത്. ഒരു മയില്, ഒരു പാമ്പ്, എന്തൊക്കെയായിരുന്നു. ഇനി എന്തൊക്കെ കാണണം. ഇനിയും നമ്മുടെ മ്യൂസിക് വോയിസിന്റെ തകർപ്പൻ ക്യാരക്ടർ റൗണ്ടുകൾ കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും കിൻഷ കലക്കി, ഹസ്ബൻഡും കലക്കി, ഡാൻസേഴ്സ് അതിലേറെ കളിക്കുക. അവരെപ്പോഴും കളിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് കിൻഷ. എന്തായാലും ക്യാരക്ടർ റൗണ്ടിൽ വന്ന് അടിച്ചു പൊളിച്ചു രണ്ടുപേരും കേട്ടോ. ഇനി കിൻഷയുടെ പാട്ടിനെ കുറിച്ച് മഞ്ജരി, എനിക്കൊരൊറ്റ ചോദ്യം മാത്രം. കിൻഷയുടെ കിൻഷ എങ്ങനെയുണ്ടായിരുന്നു? കിൻഷ കുറച്ചുകൂടെ ഒന്ന് ശരിയാക്കാനിരിക്കുന്നു എന്റെ കിൻഷ. ഉയരമുള്ള ഭർത്താവിനെ വേണമെന്ന് പറഞ്ഞിട്ട് കിൻഷ എങ്ങനെ നിക്കുകയാണ് പാട്ടില്. ഷാർപ്പാണ്. കുറച്ചൊന്ന് ഇറങ്ങി വരാനുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് കിൻഷ ഇങ്ങനെ പാളിപ്പോകുന്നുണ്ട്. അതൊന്നും കൂടെ കിൻഷ ഒന്ന് മനസ്സിരുത്തി ശരിയാക്കേണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു എല്ലാരോടും കിൻഷയായിട്ടുള്ള സൗഹൃദം കൂട്ടു എന്ന് പറഞ്ഞപ്പോ കിൻഷയായിട്ടുള്ള സൗഹൃദം വിട്ടു. എന്റെ ദൈവമേ, ശമ്പളം കിട്ടുന്ന ജോലിയല്ലായിരുന്നു. ഇത് നന്നായിട്ടുണ്ട്. ഇതിന് സെപ്പറേറ്റ് പേയ്മെന്റ്. കിൻഷ ബാക്കിയൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. അതിന് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു റൗണ്ട് ആണല്ലോ. അപ്പൊ അതിൽ കൂടുതൽ ആ നിങ്ങളുടെ ക്യാരക്ടറും അതിന്റെ ഒരു രസമാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നല്ലൊരു പാട്ട്, നന്നായിട്ട് ക്യൂട്ടായിട്ട് പാടിയിട്ടുണ്ട്. അതിനൊരു സ്ട്രെയിൻ ഒന്നും തോന്നിയില്ല. പക്ഷെ ഇത് മാത്രം ചില സമയത്തുള്ള ഒരു ഷാർപ്പ് ആവാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അതൊന്ന് ശരിയാക്കണം. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ റൗണ്ടിലും. ഇനിയെങ്കിലും ഒന്ന് ദയവേത് കിൻഷ ഒന്ന് ശരിയാക്കൂ. ശരിയാക്കാം. കിൻഷയായിട്ടുള്ള കൂട്ട് വിടണ്ട കിൻഷ കേട്ടോ. കിൻഷയാണ് ഇനി രക്ഷിക്കാൻ വകയുള്ളൂ. വേണു ചേട്ടാ, അത്രേ ഉള്ളൂ. ഇടയ്ക്ക് കിൻഷയെ തന്നെ ഒന്ന് തള്ളും. അത്രേ ഉള്ളൂ. ഒന്ന് ചേർത്ത് പിടിക്കുക കിൻഷയെ. കാണുന്നവർക്കേ ഇതെന്തുവാണെന്ന് യാതൊരു ഐഡിയ കിട്ടില്ല. കിൻഷയുടെ ശരിയായ പേർ ശ്രുതി. അതാണ്. അതുകൊണ്ട് ശ്രുതിയുമായി താതാത്മ്യം പ്രാപിക്കും. കുറച്ചുകൂടി ലിറ്റിൽ മോർ. പറ്റുമോ? പറ്റില്ലേ? അപ്പൊ കിൻഷ ഇനി ഒരു റൗണ്ട് കൂടി ഉണ്ട്. മാസ്റ്റേഴ്സ് ഫേവറേറ്റ് റൗണ്ട് ആണ്. അപ്പൊ അതില് കിൻഷയൊക്കെ ശരിയാക്കിയെടുത്ത് വൃത്തിയായിട്ട് പാടാം. ശരി. അപ്പൊ എന്തായാലും രണ്ടുപേരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കിൻഷയുമായിട്ടുള്ള ബന്ധത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. ഇനി നമുക്കുള്ളത് മാസ്റ്റേഴ്സ് റൗണ്ട് ആണ്. അപ്പൊ നന്നായി പെർഫോം ചെയ്യാ. ഇതേപോലെ തന്നെ കട്ടിക്ക് കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുക. ഓക്കെ. ലീവ് എടുത്തിട്ടാണോ വന്നിരിക്കുന്നത്? ലീവ് വൈഫിന് വേണ്ടി. ഓക്കെ, താങ്ക് യു. വാശിയേറെ പോരാട്ടമാണ് ക്വാർട്ടർ ഫൈനൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മ്യൂസിക് വൈസ് എല്ലാവരും തകർത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ വേണു ചേട്ടാ? എങ്ങനെ വിലയിരുത്തുന്നു നമ്മുടെ ആദ്യ പ്രിലിംസും ഈ ക്വാർട്ടർ ഫൈനലും തമ്മിലുള്ള ഒരു മത്സര ചൂട്? കണ്ടിട്ട് കഴിഞ്ഞ റൗണ്ടിൽ പറഞ്ഞ പല കാര്യങ്ങളും മാറ്റിയിട്ടാണ് നമ്മുടെ മത്സരാർത്ഥികളൊക്കെ എത്തിയിരിക്കുന്നത് അല്ലേ? ഇവരും ഇവരുടെ പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, ഇവരെല്ലാം ചേർന്നൊരു വിരുന്ന്. അഞ്ജലി അന്തം വിട്ട് നോക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് പറയാനായിട്ട്
ഒന്നുമില്ല, വാക്കുകളില്ല. അപ്പൊ എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ മത്സരം തുടർന്നാലോ. അടുത്ത മത്സരത്തിൽ വരുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത്. എറണാകുളം ജില്ലയിലെ വരാപ്പുഴയിൽ നിന്നാണ് നമ്മുടെ മത്സരത്തിൽ കടന്നു വരുന്നത്. മത്സരത്തിന്റെ പേര് ദീപ. ലെറ്റ്സ് വെൽക്കം ദീപ.
നന്നായി പാടാൻ പറ്റിയോ? പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്താണ് പ്രോബ്ലം? സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹമ്മിങ് പാടിയപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കണ്ട കറക്റ്റാണോ? ഇത്രയായപ്പോഴ് ഞങ്ങള് കണ്ടസ്റ്റൻസിനെ ജഡ്ജ് ചെയ്യാൻ പഠിപ്പിച്ചു. അതാണ് ക്വാർട്ടർ ഫൈനൽ എത്തിയുള്ളൂ. ഇനി ഫിനാലേക്ക് എത്തുമ്പോഴേക്കും എന്തായിരിക്കും അവസ്ഥ? നിങ്ങളൊന്നും മിണ്ടണ്ട, എനിക്ക് മനസ്സിലായതൊക്കെ. ഓക്കെ, വേണിച്ചേട്ടാ ദീപയുടെ പാട്ടിനോട്. ദീപ, അത്രേ ഉള്ളൂ. ഒന്ന്, ആദ്യമായി ഈ ഒരു പാട്ടെടുത്ത് അറ്റംപ്റ്റ് ചെയ്തതിന് ഒരു വലിയൊരു കൈയ്യടി. ഒരു പരിധി വരെ ജസ്റ്റിസ് ചെയ്തു. ആദ്യത്തെ ഹമ്മിങ് ഒന്ന് ഉരുണ്ട് വീണു അല്ലേ? ബട്ട് പിന്നെയും നന്നായിട്ട് കയറി. ബട്ട് ചില സംഗതികളുടെ ഒരു കളിയാണതിൽ. അവിടെയൊക്കെ ഒരു പ്രശ്നം ഏറ്റക്കുറച്ചിലുണ്ടായി. ബട്ട് ഓൾ ടുഗദർ യു ഡിഡ് ജസ്റ്റിസ്. ഇനിയും പ്രതീക്ഷിക്കുന്നു. എന്തേ പറ്റും അല്ലേ? അതെ, അല്ലേ? ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചല്ലേ ശീലമുള്ളൂ. നിങ്ങൾ ആ പ്രതീക്ഷിക്കാത്ത പെർഫോമൻസുകൾ ഞങ്ങൾക്ക് തരണം അല്ലേ? അതാണ്. ഓക്കെ ദീപ, എനിക്ക് ഇത് തന്നെയാ തോന്നിയത്. ശ്വാസം പ്രശ്നം ഉണ്ടായിരുന്നു. മറ്റേ ചില സംഗതികളൊക്കെ ഈസി ആയിട്ട് വരുന്നുണ്ട്. അത് ആ ഒരു ഒറ്റ ശ്വാസത്തിൽ പാടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കേൾക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടിയേനെ. ഇതിപ്പോ ദീപ അവിടെ സ്ട്രഗിൾ ചെയ്യാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നു. ആ ഒരു കോൺഫിഡൻസ്, ഒരു പാട്ട് നമ്മൾ എത്രയോ പാടി നമുക്കൊരു ഫുൾ കോൺഫിഡൻസ് വരും. അതാണ് ശരിക്കുള്ള ഒരു പാട്ട്. ഇതിപ്പം ഹാഫായിട്ട് ശരിയാവോ ഇല്ലയോ എന്നുള്ളൊരു ധൈര്യക്കുറവിലാണ് ഈ പോകുന്നത്. അതാണ് മാറ്റേണ്ടത്. നന്നായിട്ട് പാടി. ഇനി ഒരു റൗണ്ട് കൂടി ഉണ്ട്. ഞങ്ങളുടെ പ്രതീക്ഷ ഇപ്പൊ അതിലാണ്. നന്നായി പാടിയില്ല എന്നല്ല ദീപ, നന്നായി പാടി. പക്ഷെ ദീപയുടെ ഒരു പെർഫെക്ഷൻ ഉണ്ടല്ലോ, ഒരു പാടുന്നതിന്റെ, അത് കുറച്ചുകൂടി ഇതില് വരാനുണ്ട് ഈ പാട്ടില്. ദീപ നന്നായി തന്നെ പാടിയെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവർ പ്രതീക്ഷിച്ചതിന്റെ അത്ര എത്തിയില്ല. ഫാമിലിയിൽ ആരൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ടെന്ന്? ഇപ്പൊ അച്ഛൻ വന്നിട്ടുണ്ട്, ബ്രദർ ഉണ്ട്, എല്ലാരും ഉണ്ട്, അമ്മയുണ്ട്, കുഞ്ഞമ്മ, അനിയനുണ്ട്, എല്ലാരും വന്നിട്ടുണ്ട്. ദീപയുടെ മോന് വന്നിട്ടില്ലേ? എന്റെ മോനുണ്ട്. അല്ല, മോനേന്ന് വിളിക്കുന്ന ഒരു മോനില്ലേ വീട്ടില്? ആ മോൻ. രണ്ട് മക്കളും ഉണ്ട്. എന്തായാലും ബ്രദർ അവിടെ ഉണ്ട്. ബ്രദർ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഒരു പാട്ടൊക്കെ പാടി തകർത്തു പോയ ആളാണ്. പെങ്ങളുടെ പാട്ട് കേട്ട് ഒരുപാട് ഇഷ്ടവും. എന്താണ് പറയാനുള്ളത്? ഇപ്പോ നന്നായിട്ട് പാടി ദീപ. നന്നായി പാടി. ഇമോഷണലായോ? ഒന്ന് ചേർത്ത് പിടിക്കണോ അനിയത്തിയെ? എന്ത് പറ്റി? നന്നായിട്ട് പാടും. ഞങ്ങള് പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചിട്ടാണെങ്കിൽ അതൊന്നും ചിന്തിക്കണ്ട കേട്ടോ. അത് അടുത്ത റൗണ്ടിന് വേണ്ടിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാ. അസലായിട്ട് പാടുന്ന ഒരാളാ ദീപ. ബ്രദർ പണ്ട് തൊട്ടേ പാട്ട് പാടുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹവും ഈ സംഗീതവുമായി ബന്ധപ്പെട്ട് ചെറുപ്പം തുടങ്ങി തന്നെ പാട്ട് പഠിപ്പിക്കാനൊക്കെ കൊണ്ടുപോകുന്ന ആള് എൻ്റെ ഓപ്പേന്നാട്ടോ ഞാൻ വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് എന്നേക്കാൾ മുമ്പേ എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊക്കെ എന്താ പറയുക, ഒരു സ്ഥാനത്തെത്തേണ്ട വ്യക്തിയാണ്. അപ്പൊ അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവും ഉള്ളില്. സാവരി പമപാനി പവാസരി പാനി പവാസരി നീരി സാവരി സരി പാനി സനി തപദനി തപമഗരി ഗമാഗരി സരി സരി മരി സ പുലരി വെയിലൊളി പൂക്കാവടിയാടി തിരുത്തില്ലാന തിമില തകിലോടു പാടി. പക്ഷെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് എപ്പോഴും ഞാൻ എവിടെയെങ്കിലും നല്ലൊരു സ്റ്റേജിൽ പാടി കാണണം, നല്ലൊരു നിലയിൽ എത്തണം, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആഗ്രഹം. അപ്പൊ അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഇമോഷണൽ ആയത് ആള്. ഈ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ എന്ന് പറയുന്ന ഷോയിൽ നിന്ന് ഇതേപോലെ ചെറുപ്പം തൊട്ടേ ഒരുപാട് സ്വപ്നങ്ങളായിട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ചുറ്റും. അപ്പോൾ അവർക്ക് ജീവിതത്തിലെ ചില പ്രാരാബ്ദങ്ങളും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കാരണം സംഗീതം ഒരു വഴിക്കും അവരുടെ വഴിക്കുമായിട്ട് പോകേണ്ട സാഹചര്യങ്ങൾ പലരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹവും അങ്ങനെ ഒരുപാട് വേദികൾ പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കണം എന്നും ആഗ്രഹിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ പെങ്ങളിലൂടെ അത് സാധിച്ചു കാണുന്നതിലുള്ള സന്തോഷമാണ്. ആനന്ദാശ്രു അല്ലേ?
സന്തോഷ കണ്ണുനീർ. ദീപ നന്നായി പാടുന്നു. എനിക്കതിൽ വളരെയധികം സന്തോഷം. ഇത്തിരികൂടിയൊക്കെ നന്നായിട്ട് ദീപക്ക് പാടാൻ പറ്റും. എന്തായാലും ഏട്ടന്റെ ആഗ്രഹം പോലെ തന്നെ പെങ്ങള് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെങ്ങളിൽ നിന്ന് അവർ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റേതായ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഡെയ്നും കുറച്ച് ഇമോഷണൽ ആയില്ലേ? ഇമോഷണലാണ് നമ്മള് ഇപ്പൊ അദ്ദേഹം കരഞ്ഞപ്പോഴ്. അല്ല, ഞാൻ എന്റെ ചേട്ടനും ഞാനും ആയിരുന്നു ചെറുപ്പം തൊട്ടേ നാടകം, മോണാക്ട്. അപ്പൊ എനിക്ക് മോണാക്ടും നാടകമൊക്കെ പഠിപ്പിച്ചു തന്നിരുന്നത് ചേട്ടനാണ്. പക്ഷെ എന്റെ ചേട്ടനും പഠിച്ചതും ഞാൻ പഠിച്ചതും സെയിം കോഴ്സ് തന്നെയാണ്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. രണ്ടുപേരും സിനിമയായിരുന്നു ആഗ്രഹം. പക്ഷെ ചേട്ടന് പലപ്പോഴും അവസരങ്ങൾ കിട്ടുന്നില്ലേ എന്നുള്ളൊരു വിഷമം എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ചേട്ടന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അവസരം എനിക്കാണ് കിട്ടുന്നത്. എന്നേക്കാൾ കഴിവുണ്ട് എന്റെ ചേട്ടനെന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ. അപ്പൊ വേദിയിൽ നിൽക്കുമ്പോ എനിക്ക് ആ ബ്രദറിനെ, എന്റെ ചേട്ടനെ കാണാൻ പറ്റി. അത്രേ ഉള്ളൂ. എനിക്ക് ഒന്ന് അവിടെ വന്ന് ഈ ചേട്ടന് ഒരു ഹക്ക് കൊടുക്കണം. അപ്പൊ എന്തായാലും ചേട്ടൻ പറഞ്ഞത് കേട്ടപ്പോ ഞാൻ എന്റെ ചേട്ടനും മിസ് ചെയ്തു. അപ്പൊ ചേട്ടനൊരു ബിഗ് ഹക്ക്. അപ്പൊ താങ്ക് യു സോ മച്ച്. എന്റെ കൂടെ കട്ടയ്ക്ക് ഇത്രയും നാള് നിന്നതിന് ഇനിയും ഞാൻ ആ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോ ഈ ഏട്ടനും ഈ പെങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ടുണ്ടാവണം. ഓക്കെ അല്ലേ? ഉണ്ടാവും. ഓക്കെ. ദീപ, ക്വാർട്ടർ ഫൈനലിലെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയൊരു റൗണ്ടും കൂടി ഉണ്ട്. ക്യാരക്ടർ റൗണ്ട് ആണ്. പൊളിക്കൂലേ? ഓക്കെ. താങ്ക് യു സോ മച്ച്. Happy Jam, Sauces, Pickles and Peanut Butter. Musical Wife Grand Finale Chapter 3 powered by Easter. എന്തായാലും ഇവിടെ ക്വാർട്ടർ ഫൈനലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാസ്റ്റേഴ്സ് ഫേവറേറ്റ് റൗണ്ട് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മത്സരാർത്ഥികളെല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പിന്നെ നല്ല പ്രതീക്ഷയിലാണ്. ടൈറ്റ് ആവുന്നുണ്ടോ ക്വാർട്ടർ ഫൈനൽ എത്തിയപ്പോൾ? ടൈറ്റ് ആവുന്നുണ്ട്, എന്തായാലും ആവുന്നുണ്ട്. ശരി, അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്താലോ? വിളിക്കൂ. അടുത്ത മത്സരാർത്ഥി വരുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം സോന. ഗോപികേ നിൻവിരൽ തുമ്പുരും നിവിതുമ്പേ ഗോപികേ നിൻവിരൽ തുമ്പുരും നിവിതുമ്പേ വീണയോ ഹൃദയമോ തേനഞ്ചി തേങ്ങി ഗോപികേ ആ ആ ആ ആവണി തിന്നലിൽ ആടുമോ ഞാലിൽ അക്കരെ
സോന, അങ്ങനെ ക്വാർട്ടർ ഫൈനലിൽ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. നന്നായി പാടാൻ പറ്റിയോ? ടെൻഷൻ കാണുന്നു മുഖത്ത്. വേണിച്ചേട്ടാ, ഏയ് കുഴപ്പമുണ്ടായോ? ഒരു കുഴപ്പമില്ല, നന്നായി പാടി. സോന ആക്ച്വലി എനിക്ക് തോന്നിയത് ലാസ്റ്റ് ടൈം അതിൽ നിന്നും ഒരു പടി ഒന്നുകൂടി മോർ കോൺഫിഡൻറ്റ് ആണ് എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു 2-3 ഇടം ഒന്ന് സ്ലിപ്പ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ഇറ്റ് വാസ് ഗുഡ്. യു ക്യാൻ സ്റ്റിൽ ഇംപ്രൂവ് കേട്ടോ. വേറൊരു കാര്യം, ഇന്നലെ ഞാനൊരു വളരെ പ്രശസ്തനായ സംഗീത സംവിധായകനെ ടു വിഷ് ബർത്ത്ഡേ വിളിച്ചു. 80 വയസ്സ് ആയി. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് മേനൻ. അപ്പോൾ രവിചേട്ടൻ എന്നോട് പറഞ്ഞത് മുഴുവൻ ഈ പരിപാടി ഇതിനെക്കുറിച്ചാണ്. വേണു, എത്ര നമ്മൾ അറിയാത്ത എത്രയോ വീട്ടമ്മമാർ അവർ വന്ന് ഭംഗിയായി പാടുന്നു. ഗുഡ് പ്രോഗ്രാം, നല്ല പ്രസൻറ്റേഷൻ, നിങ്ങളും യു ഡൂയിങ് ജസ്റ്റിസ് എന്ന് രവിചേട്ടൻ പറഞ്ഞു. അപ്പോൾ ഐ ജസ്റ്റ് വാണ്ടഡ് ടു കൺവേ ടു ദ ഹോൾ ടീം കേട്ടാ. ഓ, വല്ലാത്തൊരു എനർജി വേണിച്ചേട്ടാ. താങ്ക് യു. മഞ്ജരി പറഞ്ഞോളൂ, സോനയുടെ പാട്ട് ഇഷ്ടപ്പെട്ടോ? നന്നായി പാടിയോ? എനിക്ക് സോന അന്ന് നിക്കുമ്പോഴത്തേക്ക് ഫ്രിഡ്ജിൽ നിൽക്കുന്ന മാതിരി തോന്നിയത്. സോന വിറച്ചിട്ട് സോന പാടുന്നു. പാട്ട് സൂപ്പർ സിംഗറാണ്. എനിക്ക് ആ ഫസ്റ്റ് റൗണ്ടിൽ പാടിയത് തന്നെ എനിക്ക് സോനയുടെ പാട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. ഇതിനെനിക്ക് തോന്നിയത് ഈ ഫ്രിഡ്ജിൽ നിന്നത് കൊണ്ട് കുറച്ച് ശ്വാസവും കുറച്ച് വിറയലും ഒക്കെ ഉണ്ടായിരുന്ന പോലെ എനിക്ക് തോന്നി. കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാം. ആസ് എ സിംഗർ ഒരു നല്ലൊരു വോയിസിൽ നന്നായിട്ട് ഈ പാട്ട് പ്രസന്റ് ചെയ്തു. പക്ഷെ കുറച്ചുകൂടെ ഒന്ന് ഈസി ആവാം. സോന, ഈ മേലെ റേഞ്ച് പോയിട്ട് താഴെ വരുമ്പോൾ ആ ഒരു ചെറിയൊരു ഷേക്ക്, ആ ഒരു കൺട്രോൾ, അതൊന്ന് കൺട്രോൾ കുറച്ച് വാങ്ങിക്കോളൂ കേട്ടാ. സോന, കഴിഞ്ഞ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ സോന ഞങ്ങൾക്കൊരു വാക്ക് തന്നിരുന്നു. ഹസ്ബൻഡ് ചിലപ്പോൾ ഈ വർഷം അവസാനിക്കാറ്, അതായത് 24 തുടക്കത്തിൽ തന്നെ ചിലപ്പോൾ വരും, അല്ലെങ്കിൽ എൻ്റെ അമ്മ വരും. അപ്പൊ ആരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങളെ സർപ്രൈസ് ആക്കാനായിട്ട്? 2 പേരും വന്നിട്ടില്ല. വൈ? ഹസ്ബൻഡിന് എന്തോ ഒരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് ആള് ഖത്തറിൽ തന്നെയാണ് ഉള്ളത്. അയ്യോ, അമ്മയ്ക്ക് തിരിച്ചു പോകേണ്ടി വന്നു വയനാട്ടിലേക്ക്. സത്യം, ഞാൻ എന്തൊക്കെ കണ്ടന്റുകൾ മനസ്സിലാലോചിച്ചിട്ടാണോ വന്നത്. സോന വരുന്നു, സോനയുടെ മകൾ വരുന്നു, സോനയുടെ ഹസ്ബൻഡ് വരുന്നു. ഓ, എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാൻ പ്രതീക്ഷിച്ച. ഞാൻ ഈ ഫ്ലോറിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചതായിരുന്നു. നിരാശയുണ്ട്. അപ്പൊ വിളിച്ചില്ലേ? വിളിച്ചു. അവള് പറഞ്ഞ ടെൻഷൻ ആവണ്ട, ഇൻ കേസ് അടുത്ത റൗണ്ടിലേക്ക് ഇന്നാവുകയാണെങ്കിൽ ഞാൻ അവിടെ ഫ്ലോറിൽ ഉണ്ടാവും പറഞ്ഞു. അതുകൊണ്ടാണ് ഈ പാട്ടിനകത്ത് വിതുമ്പി എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു വിതുമ്പി പോയി അല്ലേ? മോളുടെ പേരെന്തായിരുന്നു? യാലി. യാലിക്ക് വിഷമമുണ്ടോ? ഇല്ല ഇല്ല, വിഷമില്ല. വന്നേ, ചോദിക്കട്ടെ, ഇങ്ങ വന്നേ.
അച്ഛൻ പറഞ്ഞിരുന്നു വരാന്ന് പറഞ്ഞിരുന്നല്ലേ കഴിഞ്ഞ പ്രാവശ്യം അമ്മ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നില്ലേ മോളും? എന്നിട്ട് അച്ഛൻ എവിടെ? അച്ഛന് കോഴ്സ് ഉണ്ടായിട്ടാ. ആണോ? എന്തെങ്കിലും കൊണ്ടുവരുന്നു പറഞ്ഞോ അവിടെന്ന്? എന്തോ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സെമിഫൈനൽ എത്തിയെത്തോ? ഞാൻ സെമിഫൈനൽ എത്തിയാൽ വരും. അങ്ങനെയല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഇതില് ഇനി എത്തി അടുത്ത റൗണ്ട് എത്തിയാല് വരാന്ന് പറഞ്ഞു. ഇതിപ്പോ ഈ റൗണ്ട് എത്തിയപ്പോഴും ഹസ്ബൻഡ് ഇല്ല. ഇനി അടുത്ത റൗണ്ടില് പറ്റിക്കോ? അച്ഛൻ പ്രാവശ്യമെങ്കിലും ചോദിക്കാണ്ടെന്ന് വരണം. അച്ഛൻ ഇതൊക്കെ കേൾക്കുന്നില്ലേ അല്ലേ? ശരി, യാലി ചെന്നിരുന്നോളൂ കേട്ടോ. ഞാൻ അമ്മയോട് കുറച്ചു നേരം സംസാരിക്കട്ടെ. ഇപ്പൊ എന്തായാലും യാലി ആ വിഷമം യാലിയുടെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി സോനയുടെ ആ വിഷമം സോനയുടെ ഹസ്ബൻഡിനെ അറിയിച്ചോളൂ. സംസാരിച്ചോ? പറയാനുള്ളതൊക്കെ പറയാനുള്ളതൊക്കെ പറഞ്ഞോ. ഇതാരാ? So that was so sweet. അയ്യോ Surprise. ഞങ്ങളുടെ സോനയെ കരയിപ്പിച്ചു. അതെ, കരയിപ്പിച്ചു. ഹേയ്, ഇനി എനിക്ക് അറിയേണ്ടതേ ഇതെങ്ങനെ ഫ്ലവേഴ്സ് ഇത് ഒപ്പിച്ചെടുത്തുള്ളതാണ്. അദ്ദേഹം എത്തിയിട്ട് കുറച്ച് ദിവസമായി. അറിയുന്നില്ല, ഫ്ലവേഴ്സിന് അറിയാം. അപ്പൊ എവിടെയായിരുന്നു ഒളിത്താവളം? ആക്ച്വലി ഞാൻ 13th വന്നിട്ടുണ്ടായിരുന്നു. വൈഫ് അറിയില്ല. ഒരു 3-4 ഹോട്ടലായിട്ട് ഇങ്ങനെ പാവം മനുഷ്യൻ. അല്ല, ഡെയിലി വിളിക്കാറുണ്ടായിരുന്നു, ഒരു സൂചന പോലും തന്നില്ല. എന്താണ് ഇപ്പൊ നേരത്തെ ഒരു പരാതിയൊക്കെ ഹസ്ബൻഡിനോട് പറഞ്ഞു തുടങ്ങിയതായിരുന്നു. അപ്പോൾ അദ്ദേഹം നേരിട്ടെത്തി. എന്താണ് നേരിട്ട് പറയാനുള്ളത്? പറഞ്ഞോളൂ. അതെ, ആൾക്കൊരു പരാതി ഉണ്ടായിരുന്നു. എന്റെ പേര് സോന TP എന്ന് വെച്ചതിന് എന്തേ വാലിന് ശ്രീകാന്ത് പോരേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കരുതി ഇനിയിപ്പോ വാലില്ലാത്തോണ്ടാണാവോ വരാത്തത്, ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് എന്റെ വാല്, ശ്രീകാന്ത്. ശ്രീകാന്ത് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഇപ്പം ഓയിൽ റിഗില് ചീഫ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യണം ഖത്തറില്. അതിപ്പം കറണ്ട് ലൊക്കേഷൻ ഖത്തറാണ്. അപ്പൊ നാട്ടിലേക്ക് ഇതുകൊണ്ട് മാത്രം വന്നതാണോ? അല്ല, ആക്ച്വലി ഞാൻ 42 days ഓണും 40 days ഓഫ് ആണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ലോട്ടറി അടിച്ചു സോനയ്ക്ക്. അച്ഛമ്മ ഹാപ്പി ആണല്ലോ. അയ്യോ, അമ്മയോട് ചോദിച്ചില്ല. മകനെ കണ്ടത് സർപ്രൈസ് ആയിരുന്നോ? മകൻ വരുന്നത് അറിയായിരുന്നോ? അറിയില്ലായിരുന്നു, സർപ്രൈസ് ആയി. ഒരു പ്രതീക്ഷയില്ലാണ്ട് വരുന്നെന്ന് പറഞ്ഞിട്ട് കുറച്ച് കയ്യെന്നാ പറഞ്ഞത്. എന്തായാലും ഇത്ര ദിവസം പിടിച്ചു നിന്നു അല്ലേ വീട്ടുകാരുടെ മുമ്പിലൊക്കെ? ആക്ച്വലി എനിക്ക് ഒരു മെയിൻ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ റിലേറ്റീവ്സും അറിയായിരുന്നു ഞാൻ 13th നാട്ടിലെത്തുന്നത്. എസ്പെഷ്യലി എൻ്റെ മോള്, അവൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ന്യൂ ഇയറിന് എത്തുന്നുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ടിക്കറ്റ് പ്രീപോണ്ട് ചെയ്തിട്ട് 13th ആക്കിയത്. അപ്പൊ ഇത് ഈ ഒരു സർപ്രൈസ് കാരണം ഇദ്ദേഹത്തിന് ന്യൂ ഇയർ ഇവരുടെ കൂടെ ആഘോഷിക്കാൻ പറ്റിയില്ല. ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടി ഞാൻ കാലിക്കറ്റിൽ ഒരു പാർട്ടിക്കൊക്കെ പോയി. ആ കണ്ണീര് തുടച്ചു മാറ്റാൻ വേണ്ടിട്ട് മറ്റൊരു പാർട്ടിക്ക് പോയി. മറ്റൊരു ന്യൂ ഇയർ ആഘോഷിച്ച് തൽക്കാലം തൃപ്തിപ്പെട്ടു. 24 ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ റിലേറ്റീവ്സിനോടും എല്ലാവരോടും സോറി. ഒരുപാട് കള്ളം പറയേണ്ടി വന്നിട്ടുണ്ട്. കാരണം നാട്ടിലില്ല, എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വീടിന്റെ പണിയൊക്കെ നടക്കുന്നത്. അപ്പൊ ആ ലൊക്കേഷനിലൊന്ന് എഞ്ചിനീയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ഞാൻ പറഞ്ഞത് ഞാൻ നാട്ടിലില്ല എന്നാണ്. അപ്പൊ അവരിതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ സർപ്രൈസ് ആവും. പക്ഷെ ശ്രീകാന്ത് ലൈഫിൽ എന്നും ഓർക്കാൻ പറ്റുന്ന ഒരു മൂമെന്റ് ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. എല്ലാ പ്രാവശ്യവും ന്യൂ ഇയർ ആഘോഷിക്കാറുണ്ട്, എല്ലാ വർഷവും മ്യൂസിക്കൽ വൈഫ് ആഘോഷിക്കാറില്ലല്ലോ. നമുക്ക് ഇവിടെ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇതങ്ങനെ എപ്പോഴും നടക്കുന്ന സംഭവമല്ലല്ലോ. 2024 നല്ലതാണ്. അതെ, ശരി. അച്ഛൻ വേണമെങ്കിൽ ചെന്നിരുന്നോളൂ കേട്ടോ. നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു അല്ലേ? ലവ് കം അറേഞ്ച് എന്ന് പറയാം, ഫുള്ളി ലവ് ആണെന്ന് പറയാൻ പറ്റില്ല.
ആ ഇപ്പൊ എങ്ങനെ വേണമെങ്കിൽ പറയാലോ അല്ലെ. ഒരു സ്കൂളിലായിരുന്നു, എന്റെ സൂപ്പർ സീനിയർ ആയിരുന്നു. ഓക്കെ 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 ഓക്കെ. അപ്പൊ കണ്ടിട്ടുണ്ട്, അപ്പൊ അറിയില്ല ഇങ്ങനെയാണ് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ശരി, അങ്ങനെയായിരുന്നു പ്രണയത്തിന്റെ തുടക്കം. എന്നിട്ട് ആരാണ് വീട്ടിൽ ആദ്യം അവതരിപ്പിച്ചത്? ശ്രീകാന്തായിരുന്നു. അതെ, ഞാൻ ഇവിടെ വീട്ടിൽ പോയിട്ട് ഞാൻ ഒറ്റയ്ക്ക് പ്രപ്പോസ് ചെയ്തതാണ്. ഒറ്റയ്ക്ക്? അമ്പോ. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 9 years. അപ്പൊ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഇതേപോലെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ. ഇതാ മോളുണ്ട്, മോളും മൈക്കൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. എന്തെങ്കിലും പറയാണ്ട് അച്ഛനോട്? ഇനി അച്ഛൻ ഇവിടെ തന്നെ ഉണ്ട്. മോൾക്കൊരു സർപ്രൈസ് ഉണ്ട്, ഒന്നും കൊണ്ട് വന്നേ. ഇങ്ങ വന്നേ. അവിടെ ചോദിച്ചത് എന്നോട് മാഷ് മെലൺ ആയിരുന്നു, വണ്ടിയിലാണ്, ഞാൻ എടുത്തിട്ടില്ല. തൽക്കാലം ഇപ്പൊ ബാർബി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. ഓക്കെ അല്ലേ യാലി? സോ സ്വീറ്റ്. താങ്ക് യു. അപ്പൊ ഫാമിലി ആയിട്ട് 3 പേരും പൊക്കോളൂ. Hi everybody, wish you
Happy Jam, Sauces, Pickles and Peanut Butter, Musical Wife, Grand Finale, Chapter 3, powered by ESET. അങ്ങനെ നമ്മുടെ വാശിയേറിയ പോരാട്ടം താൽക്കാലികമായി ഇന്നത്തേക്ക് നിർത്തിവെക്കുകയാണ്. ഇന്നിപ്പോ ക്വാർട്ടർ ഫൈനലിന്റെ നമ്മുടെ മ്യൂസിക്കൽ വൈബ്സിന്റെ 10 മ്യൂസിക്കൽ വൈബ്സിന്റെ ഓരോ റൗണ്ട് വീതം കഴിഞ്ഞു. ബാക്കി മത്സരം നാളെ തുടരും. ഇന്നത്തെ മത്സരത്തെ എങ്ങനെ വിലയിരുത്തുന്നു? അതൊരു റോളർ കോസ്റ്റർ ഡ്രൈവ്. പാട്ട്, പെർഫെക്ഷൻ, എക്സൈറ്റ്മെന്റ്, ഭക്തി, സങ്കടം, സന്തോഷാശ്രു, പിന്നെ ഈ ഓർക്കപ്പുറത്ത് സർപ്രൈസസ്. പിന്നെ നമ്മുടെ മത്സരാർത്ഥികളുടെ വാശിയുടെ പോരാട്ടം എങ്ങനെയുണ്ടായിരുന്നു? എക്സൈറ്റിംഗ്. നാളെയും ഇതേ വാശി തന്നെ തുടരും എന്ന് പ്രതീക്ഷിക്കുക അല്ലേ? നാളെ ഇതുപോലെ തന്നെ ആയിരിക്കും. കാരണം ഇതിലൊരു സർപ്രൈസ് ഞങ്ങൾക്ക് ഉണ്ടായ ഒരു സർപ്രൈസ്, ഈ കണ്ടസ്റ്റന്റ്സിന്റെ ഭർത്താക്കന്മാരൊക്കെ അമ്മമാരൊക്കെ വന്ന് ക്യാരക്ടറായിട്ട് ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത്, അപ്പൊ അത് പ്രേക്ഷകർക്കും വല്ലാത്തൊരു സന്തോഷവും ഒരു കുറെ കോമഡി എലിമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പൊ കാണാനൊരു പ്രത്യേക രസമുണ്ട്. പിന്നെ ഒരുപാട് സർപ്രൈസുകൾ ഇവിടെ നടന്നു. അതെ. അപ്പൊ ഇനി നാളത്തെ പെർഫോമൻസസിൽ ഞങ്ങളും ആകാംക്ഷാഭരിതരായി വെയിറ്റ് ചെയ്യാണ്. ക്യാരക്ടർ റൗണ്ടിൽ ആരൊക്കെ ഇവരുടെ കൂടെ പെർഫോം ചെയ്യും എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി. അതിന്റെ ഇടയിൽ അവര് ഗംഭീരമായിട്ട് പാടുന്നുണ്ട്. അപ്പോ എല്ലാ രീതിയിലും ആൾക്കാർക്ക് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു എപ്പിസോഡായിരിക്കും ഇനി നാളെയും വരാൻ പോകുന്നത്. പൊളിക്കും. ഇനിയാണ് കളി. ഓക്കെ, എന്തായാലും ഇന്നത്തെ കളി നമ്മൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയാണ്. ബാക്കി നാളെ തുടരും. ക്വാർട്ടർ ഫൈനലിൽ നമ്മുടെ 10 മ്യൂസിക്കൽ വൈബ്സ് ആണ് വാശിയുടെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഓരോ പെർഫോമൻസിൽ വീതം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ക്വാർട്ടർ ഫൈനലിന്റെ സെക്കൻഡ് ഡേ നാളെ തുടരും. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കണ്ടോളൂ. ഇത് ഹാപ്പി ജാം, സോസസ്, പിക്കിൾസ് ആൻഡ് പീനട്ട് ബട്ടർ, മ്യൂസിക്കൽ വൈബ്സ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3, പവേർഡ് ബൈ ESET. ഗുഡ് നൈറ്റ്, ബൈ.